അപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം. ചിരി വരുന്നു. കാര്യം വേറെ ഒന്നുമില്ല. എനിക്ക് മാർച്ച് തൊട്ട് തുടങ്ങിയതാണ് തലചുറ്റൽ. നല്ല തലചുറ്റലുണ്ട്. ഇരുന്നാൽ ചുറ്റും, നിന്നാൽ ചുറ്റും, നടന്നാൽ ചുറ്റും, എന്തെങ്കിലും നോക്കി ഇരുന്നാൽ ചുറ്റും, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും, ആ ചുറ്റലായിരുന്നു. ഇപ്പം മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ ഇത്രയായിട്ട് ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷെ എനിക്കിന്ന് തീരെ വയ്യാണ്. ഫുൾ കിടപ്പായിരുന്നു. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, അങ്ങനെ വോമിറ്റിങ്, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകണം. VSM ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോകാൻ തട്ടായമൊക്കെ VSM ഹോസ്പിറ്റലിൽ പോകാനാണ്. ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ആളുടെ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചിരിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത് കൂടിപ്പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത്രയും ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് പേഴ്സണലി തോന്നിയതുകൊണ്ട് ഞാൻ തൂത്ത് പിടിച്ചെല്ലാം കളഞ്ഞിട്ട് ഓട്ടോ വന്നപ്പോൾ ഓട്ടോയിൽ കയറി. കുഞ്ഞുണ്ട്, ഉമ്മയുണ്ട്. കുഞ്ഞിനെ നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, ഞാൻ അങ്ങനെ ഹോസ്പിറ്റൽ കേസ് വന്നാൽ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോകാറില്ല. കാരണം വല്ല അസുഖങ്ങളായിട്ട് ആൾക്കാരൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അവനെ കുഞ്ഞുമാടെ അങ്ങ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്കും തീരെ വയ്യ. അവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇവനും അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഡോക്ടർ അനൂപ് ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ശൈലാമ്മയെന്ന് ഞാൻ വീഡിയോയിൽ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് പേര് അറിയത്തില്ല. ഞാൻ ചെന്ന് കണ്ടപ്പോൾ തന്നെ കൈയൊക്കെ കൊടുത്തപ്പോൾ കൈയൊക്കെ തന്ന് സംസാരിച്ചു, പെർമിഷൻ ചോദിച്ചിട്ട് ഫോട്ടോ എടുത്തോളൂ. വീഡിയോ എടുത്തില്ല, കാരണം അവരും ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കാണാൻ വരുന്നതായിരിക്കും. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ അവരുടെ എടുക്കാൻ നിന്നില്ല, ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ കൈയൊക്കെ തന്നു. നല്ലൊരു അമ്മയാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും ഞാൻ വീഡിയോസൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സന്തോഷമായി. അപ്പോൾ കുറേ നേരം ഇരുന്ന് ഡോക്ടറിനെയൊക്കെ കണ്ടിറങ്ങി. എനിക്ക് മൈഗ്രെയിനാണ്, ഇയർ ബാലൻസ് കുറഞ്ഞതാണ്. അപ്പോൾ അതാണ് പ്രശ്നമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഉമ്മി മരുന്ന് മേടിക്കാൻ പോയി. ഇവൻ ആ കാർട്ടൂൺ കണ്ടുകൊണ്ട് ഇവനും അതിലെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോയി തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. VSM ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്ന്. ഒന്നാമത് അലർജി ഉള്ളതുകൊണ്ട് കുറച്ച് ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പം മറ്റേ മൈഗ്രെയിനാണ്. അപ്പോൾ മൈഗ്രെയിൻ വരുത്തുന്ന കുറച്ച് ഫുഡുണ്ട്, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നല്ല ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇടിവെട്ടിയവൻ്റെ തലേ പാമ്പ് കടിച്ചു. സന്തോഷമുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒന്നാമത് അലർജി കാരണം കുറച്ച് ഫുഡ് ഒഴിവാക്കണം. ഇപ്പോൾ മൈഗ്രെയിൻ കാരണം കുറച്ച് ഫുഡ് ഒഴിവാക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലെ ചോറും മീൻകറിയും കഴിക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. ഞാൻ ഒന്നും കഴിക്കരുത്. മിഠായി പോലും എനിക്ക് ഒഴിവാക്കേണ്ടി വരുന്നു. എന്ത് ചെയ്യാനാണ്? അപ്പം ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. ഐസ്ക്രീം കിട്ടാത്ത എൻ്റെ വിഷമത്തിലാണ്. നല്ല രസമുണ്ടല്ലേ? അപ്പം ഇനി നേരെ വീട്ടിൽ പോട്ടെ. ഞാൻ ഉമ്മയോട് ചുമ്മി വിശക്കുന്നു, ചായയുടെ കടിയപ്പം പറയുക, നമുക്ക് വീട്ടിൽ ചെന്ന് ഗ്ലാസിൻ്റെ വക്കത്ത് കടിക്കാമെന്ന്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. നല്ല വിശപ്പുണ്ട്. ഇതുവരെ ഒന്നും കഴിച്ചതുമില്ല, ലൈറ്റായിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം.